മെട്രിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ട്രസ്സസ് അനലൈസ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ പിൻ ജോയിന്റഡ് പ്ലെയിൻ ഫ്രെയിം ഷോൺ ഇൻ ദ ഫിഗർ ബൈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ്. അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഉപയോഗിച്ചിട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ സിസ്റ്റം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഈ ഒരു ട്രസ് അനലൈസ് ചെയ്യണം. സോ ഇവിടെ എ ആൻഡ് ഡി ജോയിൻസുകൾ പിൻ ജോയിന്റഡ് ആണ്. ദെൻ ഈ എബവ് മെമ്പേഴ്സ് അതായത് എ ബി ബി സി ആൻഡ് സി ഡി അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ 6000 mm² ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിന് ക്രോസ് സെക്ഷൻ ഏരിയ 3000 mm² ആണ്. ദെൻ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിന്റെ ലെങ്ത് എല്ലാം 4.5 meters ആണ് ആൻഡ് വെർട്ടിക്കൽ മെമ്പേഴ്സിന്റെ ലെങ്ത് 6 meters ആണ്. ഇൻക്ലൈൻ മെമ്പേഴ്സ് അപ്പോൾ √4.5² + 6² അങ്ങനെ വെച്ചിട്ട് നമുക്ക് 7.5 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എ ബി സി ഡി അങ്ങനെ അതുപോലെ തന്നെ ബി സി എഫ് തുടങ്ങിയ മെമ്പേഴ്സിന്റെ ലെങ്ത് നമുക്ക് 7.5 എന്ന് കിട്ടും. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ ട്രസ്സസ് ആയതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട്, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട്. ഫ്രെയിംസിനും എക്സ്റ്റേണൽ ഇന്റേണലും ഉണ്ട്. പക്ഷേ നമ്മുടെ മുന്നത്തെ പ്രോബ്ലത്തിൽ പ്രീവിയസ് പ്രോബ്ലത്തിൽ അവിടെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എക്സ്റ്റേണൽ വെച്ചിട്ട് ചെയ്തു പോയത്. പക്ഷെ ഇവിടെ നമുക്ക് ഇന്റേണലും കൂടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ട്രസ്സസിൽ എപ്പോഴും ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർ അപ്പൊ ആദ്യം എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാം. സോ 2 + 2 4 unknown reactions will be 4 and number of equilibrium equations 3. So external indeterminacy 1 ആണ്. And also internal indeterminacy എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ m-2j - 3 ആണ്. സോ 10 മെമ്പേഴ്സ് ഉണ്ട് ആൻഡ് 6 ജോയിൻസ് ഉണ്ട്. സോ വി ഗെറ്റ് 12 - 9 12 - 3 9 and 10 - 9 is equal to 1. അപ്പോൾ സ്റ്റാറ്റിക് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട് ഒന്ന്, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട് ഒന്ന്. സോ ഇവിടെ നമുക്ക് റിഡൻഡന്റ് ആയിട്ട് ആരൊക്കെ എടുക്കാം? ഞാൻ ഇവിടെ HD റിഡൻഡന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. സോ ഇവിടെയുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ റിഡൻഡന്റ് ആയിരിക്കുമ്പോൾ ഈ പിൻ ജോയിന്റ് എന്തായിട്ട് മാറും? ഒരു റോളർ ജോയിന്റ് ആയിട്ട് മാറും. അതേസമയം ഈ CF എന്ന മെമ്പറിനെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? റിഡൻഡന്റ് ആയിട്ട്. ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ഓവർകം ചെയ്യുന്നതിന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ CF എന്ന മെമ്പറും റിഡൻഡന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും നമ്മൾക്ക് റിമൂവ് ചെയ്യാം. അതായത് ഇവിടുത്തെ ഡി സപ്പോർട്ട് എന്തായിട്ട്, അതായത് ഹിഞ്ച് സപ്പോർട്ട് റോളർ ആയിട്ട് മാറും ആൻഡ് ഇവിടെ ഒരു റിഡൻഡൻസി വരും. ആൻഡ് ഓൾസോ സി എന്ന് പറഞ്ഞാൽ CF എന്ന് പറഞ്ഞ മെമ്പർ മാറിയിട്ട് എന്ത് വരും? അവിടെ ഒരു റിഡൻഡൻസി വരും. സോ അതിന് നമുക്ക് മെമ്പർ ഫോഴ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം ആ റിഡൻഡന്റിനെ. സോ CF എന്ന് പറഞ്ഞ മെമ്പർ റിഡൻഡൻസി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മെമ്പർ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സോ ഇറ്റ്സ് ഇന്റേണൽ ഫോഴ്സ് ആൻഡ് ദിസ് ഇസ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ ഇതിന് ഞാൻ 1 കൊടുത്തു അതിന്റെ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് ആൻഡ് ദിസ് ഇസ് 2 ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ അല്ലേ? Then what is എല്ലാവർക്കും മനസ്സിലായല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കലാണ്. അപ്പൊ വാട്ട് ഇസ് ദ ഓർഡർ ഓഫ് ദി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്? 2 റിഡൻഡൻസ് ആണ്, അതുകൊണ്ട് തന്നെ 2x2 ഓർഡർ ആയിരിക്കും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ദെൻ നമ്മളിവിടെ ഡിസ്പ്ലേസ്മെന്റ്സ് അഥവാ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓരോ എലിമെന്റ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് വെച്ചിട്ടാണ്. യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് വെച്ചിട്ടാണ് ഓരോ മെമ്പേഴ്സിന്റെയും ഓരോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഓരോ എലമെന്റ്സുകളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ F11 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. σ U1² L/A അതാണ് ഇക്വേഷൻ. ഇൻ ദിസ് മെത്തേഡ് അതായത് നമ്മുടെ ട്രസ്സസിൽ എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത ആക്സിയൽ ഫോഴ്സസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. നേരെ മറിച്ച് ഫ്രെയിംസിലും ബീംസിലും ഒക്കെ ആയിരുന്നെങ്കിൽ വി ഗോട്ട് ഇന്റഗ്രൽ 0 to L m1² dx/EI ആയിരുന്നു. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ σ U1² L/A. F12 F21 is equal to sigma U1 U2 L/A. Then F22 എന്ന് പറയുന്നത് sigma U2² L/A. Then delta 1L എന്ന് പറയുന്നത് sigma P U1 into L/A. And delta 2L is equal to sigma P into U2 into L/A.
ഇനി എന്താണ് U1, എന്താണ് U2, എന്താണ് P? ഇതാണ് നമുക്ക് അറിയേണ്ട കാര്യം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, അതായത് നമ്മൾ ആദ്യം റിഡൻഡൻസുകളെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്, നമ്മുടെ സ്ട്രക്ചറിൽ നിന്ന്, ഡ്രസ്സിൽ നിന്ന് എല്ലാ ഫോഴ്സ്, അത് എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം നിർത്തി ബാക്കി റിഡൻഡന്റുകളെല്ലാം റിമൂവ് ചെയ്ത് കളയുന്നു. എന്നിട്ട് നമ്മൾ എല്ലാ മെമ്പേഴ്സിനും വരുന്ന, അതായത് ആ എക്സ്റ്റേണൽ ലോഡ്സിനെ കൊണ്ട് മാത്രം എല്ലാ മെമ്പേഴ്സിനും, ഓരോ മെമ്പർ, അതായത് ഡ്രസ്സിലെ ഓരോ മെമ്പേഴ്സിനും എത്ര ഫോഴ്സുകൾ വരുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ P എന്ന് വിളിക്കുന്നത്. ആ മെമ്പർ ഫോഴ്സുകളാണ് നമ്മൾ P എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം U1 എന്നുള്ള ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സുകളും റിമൂവ് ചെയ്തു ആൻഡ് ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ് മാത്രം അപ്ലൈ ചെയ്തു. അത് ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന CF മെമ്പർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെ 1 കിലോ ന്യൂട്ടൺ അല്ല 1 കിലോ ന്യൂട്ടൺ വെച്ച് റീപ്ലേസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ മെമ്പേഴ്സിനും എത്ര ഫോഴ്സുകൾ വീതം വരും? സോ അതാണ് U1 എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സിസ്റ്റം കോർഡിനേറ്റ് അത് അപ്ലൈ ചെയ്യുക, ബാക്കിയുള്ള എല്ലാ ഫോഴ്സുകളും റിമൂവ് ചെയ്ത് കളഞ്ഞ് സെക്കൻഡ് സിസ്റ്റം കോർഡിനേറ്റ് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ മെമ്പേഴ്സിനും വരുന്ന ഫോഴ്സുകളാണ് U2 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ F11 എന്ന് പറയുന്നത് സിഗ്മ U1 സ്ക്വയർ L ബൈ A, F22 സിഗ്മ U2 സ്ക്വയർ ഇൻറ്റു L ബൈ A, ആൻഡ് F12 F21 ഈസ് ഈക്വൽ ടു സിഗ്മ U1 ഇൻറ്റു U2 L ബൈ A. അതേപോലെ Δ1L Δ2L കാൽക്കുലേറ്റ് ചെയ്യാൻ Δ1L കാൽക്കുലേറ്റഡ് ബൈ സിഗ്മ P into U1 into L by A. അതേപോലെ Δ2L is calculated by using the equation sigma P into U2 into L by A. ഓക്കെ, മനസ്സിലായല്ലോ? അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് P കണ്ടുപിടിക്കുക. അതായത് P എന്ന് പറഞ്ഞാൽ, അതായത് എക്സ്റ്റേണൽ ലോഡ്സ് കൊണ്ട് മാത്രം വരുന്ന മെമ്പർ ഫോഴ്സ്, അതായത് ഓരോ മെമ്പേഴ്സിലും വരുന്ന മെമ്പർ ഫോഴ്സസ്. അതായത് നമ്മളിപ്പോ റിഡൻഡന്റ് ആയിട്ട് രണ്ട് മെമ്പേഴ്സിനെ, ഒരു മെമ്പറിനെയും അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ റിയാക്ഷനെയാണ് നമ്മൾ മെമ്പറിന്റെ റിഡൻഡന്റുകളായിട്ട് എടുത്തിട്ടുള്ളത്. സോ ആ രണ്ട് റിഡൻഡന്റുകളെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രെസ് ആയിട്ട് കിട്ടും. സോ അതിൽ അങ്ങനെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ട് ആ സ്ട്രക്ചറിൽ എക്സ്റ്റേണൽ ഫോഴ്സുകൾ മാത്രം അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഓരോ മെമ്പറിലും വരുന്ന ഫോഴ്സസുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? P എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഡ്രസ്സിൽ എന്താണ് നമ്മുടെ ഡ്രസ്സ്? സോ ഇങ്ങനെ ഇവിടെ ഒരു 300 ഉണ്ട് ആൻഡ് ഇവിടെ ഒരു 600 ഉണ്ട്. ഓക്കെ, A B C D E F. സോ ഇവിടെ നമുക്കൊരു റോളർ സപ്പോർട്ടാണുള്ളത്. ഇവിടെ വരുന്ന റിഡൻഡന്റിനെ നമ്മൾ ഒഴിവാക്കി, അതുപോലെ ഇവിടെ വരുന്ന റിഡൻഡന്റിനെ ഒഴിവാക്കി, ഇവിടെ ഒരു ഹിഞ്ച് സപ്പോർട്ട്. Then we have to solve this structure. ഈ ഒരു ട്രസ്സിനെ നമുക്ക് സോൾവ് ചെയ്യണം. എന്നിട്ട് ഓരോ മെമ്പേഴ്സിനും വരുന്ന ഫോഴ്സുകൾ എത്രയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ V ഈസ് ഈക്വൽ ടു 0 എന്നെടുക്കാം. അതായത് എന്തിനാണ്? ഈ VAയുടെ VDന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ VA പ്ലസ് VD ഈസ് ഈക്വൽ ടു 900. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് സിഗ്മ MA ഈക്വൽ ടു 0 എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 300 ഇൻറ്റു 4.5 പ്ലസ് 600 ഇൻറ്റു 9 മൈനസ് VD ഇൻറ്റു 13.5 ഈസ് ഈക്വൽ ടു 0. ഇന്ന് VD എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 500 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ആൻഡ് ഓൾസോ VA എന്ന് പറയുന്നത് 400 കിലോ ന്യൂട്ടൺ എന്നും കിട്ടും. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആൻഡ് ഓൾസോ ഇവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ HA ഉണ്ട്. സോ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സുകളൊന്നും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊന്നും ആക്ട് ചെയ്യാത്തത് കാരണം, സോ ഇത് എക്സ്റ്റേണൽ റിയാക്ഷൻസ് ആണ്. സോ നമുക്ക് മെമ്പർ ഫോഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മെമ്പർ ഫോഴ്സ് ഇന്റേണൽ ആണ്. സോ വേറെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലോഡ്സുകളും പ്രസന്റ് അല്ലാത്ത കാരണം നമുക്ക് HA ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത്രയും എല്ലാം ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി എന്താണ് ചെയ്യാനുള്ളത്? VAയും VDയും കിട്ടി. ഇനി ഓരോ ജോയിന്റുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ജോയിന്റ് A കൺസിഡർ ചെയ്തു. സോ ജോയിന്റ് A ആണ് ഞാൻ കൺസിഡർ. ജോയിന്റ് A എന്ന് പറയുമ്പോൾ ആ ജോയിന്റിൽ എങ്ങനെയൊക്കെ ഫോഴ്സുകൾ വരുന്നുണ്ട്? FAB വരുന്നുണ്ട് ആൻഡ് FAF വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ പിന്നെ 0 ആണ്. ജസ്റ്റ് കൊടുക്കാം നമുക്ക് HA ആൻഡ് VA. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഇവിടെ ജോയിന്റ് ചെയ്ത് ലോഡുകൾ വരുന്നത്. നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാം. സിഗ്മ H ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാം. സോ FAF
FAF, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ FAF പ്ലസ് HA, ഓക്കെ, ഒരു ഡയറക്ഷനാണ്. ദെൻ FAB, ആൻഡ് ഈ ആംഗിൾ തീറ്റ ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തീറ്റ ആണ് ഇവിടുത്തെ ആംഗിളുകൾ. സോ ഈ ആംഗിൾ എല്ലാം തീറ്റയാണ്. ദെൻ FAB, ഈ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന FAB കോസ് തീറ്റയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലേ, സിഗ്മ H ഈക്വൽ ടു 0 അങ്ങനെ കിട്ടി. സോ FAF പ്ലസ് HA നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ അത് 0 ആണല്ലോ ഓൾറെഡി. Then FAF is equal to minus FAB cos theta. അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ആണ് സിഗ്മ V is equal to 0. ഇതേപോലെ തന്നെ VA പ്ലസ് ആരെ കൂടിയുള്ളത് FAB സൈൻ തീറ്റ എന്ന് കിട്ടും, ഈക്വൽ ടു 0. അപ്പൊ FAB എന്ന് പറയുന്നത് എന്താണ്, മൈനസ് VA ബൈ സൈൻ തീറ്റ. നേരത്തെ ഞാൻ സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ് പറഞ്ഞത്, VAയുടെ വാല്യൂ 400 മൈനസ് 400 ഡിവൈഡഡ് ബൈ 6/7.5. ഓക്കെ, ആ വാല്യൂ നമുക്ക് എത്ര കിട്ടും, ഇറ്റ് വിൽ ബി FAB എന്ന് പറയുന്നത് മൈനസ് 500 കിലോ ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ, മൈനസ് 500 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ FAF എന്താണ്, FAF ഈസ് ഈക്വൽ ടു, FAF എന്ന് പറഞ്ഞാൽ മൈനസ് 500 ഇൻറ്റു മൈനസ് 500 ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ 4.5 ഡിവൈഡ് ബൈ 7.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 300 കിലോ ന്യൂട്ടൺ. അപ്പൊ AF എന്ന് പറഞ്ഞ മെമ്പറിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 300 കിലോ ന്യൂട്ടൺ ആണ്. ദെൻ നെക്സ്റ്റ് AB എന്ന് പറഞ്ഞ മെമ്പറിൽ വരുന്ന ഫോഴ്സ് 500 ആണ്. എല്ലാവരും നോട്ട് ചെയ്തല്ലോ. ഇനി അടുത്ത ജോയിന്റ് കൺസിഡർ ചെയ്യാം. സോ അടുത്ത ജോയിന്റ് ഏതാണ്, ജോയിന്റ് ബിയില് ഒരുപാട് അൺനോൺസുകൾ വരുന്നതാണ്, B കൺസിഡർ ചെയ്യാൻ വയ്യ. അടുത്ത F കൺസിഡർ ചെയ്യാം. ദെൻ ജോയിന്റ് F. ഓക്കെ, F എന്ന ജോയിന്റ് ആണ്. അതിൽ ഇങ്ങോട്ടുള്ള ലോഡ്, അതായത് F ഇതുപോലത്തെ സിഗ്മ H ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കാം. സിഗ്മ H ഈക്വൽ ടു 0 വരുന്ന സമയത്ത് FFE is equal to FAF അല്ലേ. FE എന്ന് പറഞ്ഞ മെമ്പർ EF അഥവാ FE, ആ മെമ്പറിൽ വരുന്ന ഫോഴ്സ് FAFന് ഈക്വൽ ആണ്. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 300 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇവിടെ വരുന്ന മെമ്പർ FFB is equal to 300 കിലോ ന്യൂട്ടൺ. അങ്ങനെ FFB കിട്ടും 300, FFE 300 എന്ന് കിട്ടും. അങ്ങനെ ജോയിന്റ് Fലുള്ള എല്ലാ ലോഡുകളും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ജോയിന്റ് D കൺസിഡർ ചെയ്യാം. അപ്പൊ ജോയിന്റ് D ഇതുപോലെ തന്നെ, ഇതാണ് ജോയിന്റ് D എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫോഴ്സ് ഇങ്ങനൊരു ലോഡ് വരുന്നുണ്ട്. ദെൻ വെർട്ടിക്കൽ ലോഡ് VD വരുന്നുണ്ട്, ഇങ്ങോട്ടൊരു DE വരുന്നുണ്ട്, ആൻഡ് ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ നമുക്ക് എങ്ങനെ എടുക്കാം, സിഗ്മ H ഈക്വൽ ടു 0 പ്രകാരം ഇതെന്താണ്, ഈ മെമ്പറിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് DC. സോ ഇത് DC ആണ്. സോ DC കോസ് തീറ്റ പ്ലസ് FDC കോസ് തീറ്റ പ്ലസ് FDE ഈസ് ഈക്വൽ ടു 0. അപ്പോൾ FDC ഈസ് ഈക്വൽ ടു, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിഗ്മ V ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, FDC സൈൻ തീറ്റ പ്ലസ് VD ഈസ് ഈക്വൽ ടു 0. ആൻഡ് VD എന്ന് പറയുന്നത് എത്രയാണ്, 500. അപ്പൊ FDC എന്ന് പറയുന്നത് 500 ഡിവൈഡഡ് ബൈ 6/7.5. ഇറ്റ് ഈസ് ഈക്വൽ ടു 625 കിലോ ന്യൂട്ടൺ. മൈനസ് ഉണ്ട് കേട്ടോ. ദെൻ അടുത്തത് സിഗ്മ H മറ്റേ FDE എന്ന് പറയുന്നത് മൈനസ് FDC കോസ് തീറ്റയാണ്. സോ മൈനസ് 625 ഇൻറ്റു 4.5/7.5, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 375 കിലോ ന്യൂട്ടൺ.
നമുക്കെല്ലാം ഏതൊക്കെ കിട്ടി? ഡി എന്ന് പറഞ്ഞ മെമ്പറിൽ വരുന്ന ഫോഴ്സ് കിട്ടി, ഡി സി എന്ന് പറഞ്ഞ മെമ്പറിൽ വരുന്ന ഫോഴ്സ് കിട്ടി. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ജോയിന്റ് സി കൺസിഡർ ചെയ്യാം. ജോയിന്റ് സി ഇതുപോലെ കൺസിഡർ ചെയ്താൽ ഇതാണ് ജോയിന്റ് സി. ജോയിന്റ് സിയിൽ ഒരു വെർട്ടിക്കൽ മെമ്പർ വരുന്നുണ്ട്, അതായത് സി വരുന്നുണ്ട്, ദെൻ സി ഡി വരുന്നുണ്ട്, ആൻഡ് ഈ ആംഗിളാണ് തീറ്റ കേട്ടോ. ദെൻ ഇങ്ങനെ ഒരു മെമ്പർ സി ബി വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ ടോട്ടൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ എഫ് സി ബി പ്ലസിന് പകരം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്ത് വരുന്നത്? ഇങ്ങനെയല്ലേ ഫോഴ്സ് വരിക. എഫ് സി ഡി മൈനസ് എഫ് സി ഡി കോസ് തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ എഫ് സി ബി എന്ന് പറയുന്നത് എഫ് സി ഡി കോസ് തീറ്റ അഥവാ -625 into cos theta, that is 4.5 by 7.5, and the magnitude will be equal to FCB യുടെ magnitude -375 kilonewton ആയിരിക്കും. ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് സിഗ്മ വി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിഗ്മ വി ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ സിഗ്മ വി എന്ന എഫ് സി ഇ പ്ലസ് എഫ് സി ഡി സൈൻ തീറ്റ ഈക്വൽ ടു 0. അപ്പൊ എഫ് സി എന്ന് പറയുന്നത് മൈനസ് എഫ് സി ഡി, അപ്പൊ -625 into 6 by 7.5 is equal to 500 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എഫ് സി എന്ന് പറയുന്നത് നമുക്ക് 500 എന്ന് കിട്ടും. ഇനി ഒരു ജോയിന്റ് കൂടെ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് എല്ലാ ഇത് കിട്ടും, എല്ലാ മെമ്പേഴ്സിന്റെയും ഫോഴ്സുകൾ കിട്ടും. സോ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോയിന്റ് ഇ ആണ്. സോ അവിടെ എങ്ങനെ വരുന്നത്? സോ അവിടെ നമുക്കെല്ലാം വെർട്ടിക്കൽ ഫോഴ്സുകളും കൂടെ 0 ആക്കിയിട്ട് എടുക്കാം. സോ വെർട്ടിക്കൽ ഫോഴ്സ് പറയുമ്പോൾ എഫ് സി പ്ലസ് എഫ് ബി സൈൻ തീറ്റ ഈക്വൽ ടു 600. ഓക്കെ ആണല്ലോ? ബി എന്ന് പറഞ്ഞ അതിന്റെ സൈൻ തീറ്റയാണ് ഇവിടെ വരുന്നത്, പ്ലസ് എഫ് സി ഇസ് ഈക്വൽ ടു 600. ഓക്കെ, അപ്പൊ എഫ് ബി എന്ത് കിട്ടും നമുക്ക്? 600 മൈനസ് എഫ് സി 500 divided by sin theta, that is 6 by 7.5. We get the value 125. ഇപ്പൊ നമുക്ക് എല്ലാ മെമ്പേഴ്സിലും വരുന്ന ലോഡുകൾ കിട്ടി. എ ബി കിട്ടി, എ എഫ് കിട്ടി, എഫ് ഇ കിട്ടി, ബി കിട്ടി, സി ബി കിട്ടി, സി കിട്ടി, ഡി സി കിട്ടി, ആൻഡ് ഡി കിട്ടി. സോ നമുക്ക് എല്ലാ മെമ്പേഴ്സിലും വരുന്ന ഫോഴ്സുകൾ എത്രയാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനിയുള്ള സ്റ്റെപ്പ് ടു കാൽക്കുലേറ്റ് ദി യൂണിറ്റ് ലോഡ്. അതായത് യൂണിറ്റ് ലോഡ് കൊടുക്കുക. എവിടെ? ഓരോ റിഡൻഡൻസിന്റെയും പ്ലേസിൽ യൂണിറ്റ് ലോഡ്സ് അപ്ലൈ ചെയ്തിട്ട് ഓരോന്നിനും വരുന്ന മെമ്പർ ഫോഴ്സുകൾ, ആക്സിയൽ ഫോഴ്സുകൾ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ എന്താണ് ഇനി? ടു ഡിറ്റർമിൻ U1 എന്ന് പറഞ്ഞാൽ അതാണ് ആക്സിയൽ ഫോഴ്സുകൾ തന്നെയാണ്. അത് എപ്പോ നമ്മൾ ഓരോ ഫസ്റ്റ് റിഡൻഡന്റ് അഥവാ ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഓരോ മെമ്പറിലുള്ള ആക്സിയൽ ഫോഴ്സ് ആണ് U1. ദെൻ ഇതാണല്ലോ നമ്മുടെ ട്രസ്. സോ നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റ് വിൽ ബി ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഇവിടെ എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ വി എ, വി ഡി ആൻഡ് എച്ച് എ കണ്ടുപിടിക്കാം. സോ ഹിയർ വി എ പ്ലസ് വി ഡി ഈക്വൽ ടു 0 ആണ് വരുന്നത്. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. കാരണം എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നുമില്ല, ഇത് ഇന്റേണൽ ഫോഴ്സ് ആണ്. സോ അതുകൊണ്ട് വി എ പ്ലസ് വി ഡി 0 ആയിരിക്കും. ആൻഡ് സിഗ്മ എം എ ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് വി ഡി ഇൻറ്റു 13.5 ഈസ് ഈക്വൽ ടു 0. അപ്പൊ വി ഡിയും 0 കിട്ടി. ആൻഡ് ഓൾസോ വി എ ഈസ് ഓൾസോ ഈക്വൽ ടു 0 ആണല്ലോ. ദെൻ എച്ച് എ ഈസ് നമുക്ക് വേറെ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ്, എക്സ്റ്റേണൽ റിയാക്ഷൻസ് ഒന്നുമില്ല. ദെൻ എച്ച് എയും 0 ആയിട്ട് എടുക്കാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓരോ ജോയിന്റ് ആയിട്ട് എടുത്തിട്ട് ആ ജോയിന്റ്സിൽ എത്രയാണ് ലോഡ് വരുന്നത് നോക്കാം. സോ ഫസ്റ്റ് ജോയിന്റ് എ കൺസിഡർ ചെയ്തു. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല, അപ്പൊ നമുക്ക് ഓരോന്നിലായിട്ട് നോക്കാം എങ്ങനെയാണ് ലോഡ് വരുന്നതെന്ന്.
സോ വി എ 0 ആണല്ലോ. അപ്പോൾ വി എ പ്ലസ് ദെൻ എഫ് എ ബി സി ഡി ഇ എഫ്. ഓക്കെ, ദെൻ എഫ് എ ബി ഈറ്റയ്ക്കൊന്നും വ്യത്യാസമില്ല. ഓക്കെ, എഫ് എ ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ വി എന്താണ് 0 ആണ്. അപ്പോൾ എഫ് എ ബി എന്തായിരിക്കും 0 ആയിരിക്കും ആണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് ഹൊറിസോണ്ടൽ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എടുക്കാം. അപ്പോൾ എങ്ങനെ വരും? എഫ് എ എഫ് പ്ലസ് എഫ് എ ബി കോസ് തീറ്റ പ്ലസ് എച്ച് എ ഈക്വൽ ടു 0. അപ്പോൾ എച്ച് എ 0 ആണ് ആൻഡ് എഫ് എ ബി ഈക്വൽ ടു 0. അപ്പോൾ എഫ് എ എഫും 0 ആയിരിക്കും. ഓക്കെ ആണോ? ദെൻ ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് എഫ് എടുക്കാം. നമുക്ക് ജോയിന്റ് എഫിന് എങ്ങനെയാണ്? ഇതേപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻസും വെർട്ടിക്കൽ റിയാക്ഷൻസും എടുക്കാം. സോ ബി എഫ് എഫ് ബി എഫ് പ്ലസ് ഇത് ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ 1 ഇൻറ്റു സൈൻ തീറ്റ, വെർട്ടിക്കൽ ഫോഴ്സുകളെല്ലാം സമ്മ 0. അപ്പൊ എഫ് ബി എഫ് പ്ലസ് അല്ലെ എഫ് എഫ് ബി പ്ലസ് 1 ഇൻറ്റു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. അപ്പൊ എഫ് എഫ് ബി എന്ന് പറയുന്നത് അല്ലെ എഫ് ബി എഫ് എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ഓർ മൈനസ് 6/7.5 അഥവാ മൈനസ് 0.8 കിട്ടും. Okay, we have to take the total horizontal force at the joint F is equal to 0. അപ്പോൾ എന്ത് വരും? എഫ് എ എഫ് മൈനസ് എഫ് ബി ഇ സോറി ബി ഇ എഫ് മൈനസ് 1 ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ എഫ് ഇ എഫ് എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ആണ്. സോ മൈനസ് 0.6 എന്ന് വരും. അതായത് മൈനസ് 4.5/7.5 അഥവാ മൈനസ് 0.6. എഫ് എഫ് ഓൾറെഡി 0 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര മെമ്പേഴ്സ്? എഫ് എ ബിയിലെ കിട്ടി, എഫ് എ എഫിലെ കിട്ടി, എഫ് എഫ് ഇ കിട്ടി ആൻഡ് എഫ് എഫ് ബി കിട്ടി. ഇത്രയും 4 മെമ്പേഴ്സിന് ലോഡുകൾ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം ജോയിന്റ് ഡി കൺസിഡർ ചെയ്യാം. സോ ജോയിന്റ് ഡി ഇതുപോലെ ഞാൻ എടുക്കുകയാണ്. ജോയിന്റ് ഡി ആൻഡ് ജോയിന്റ് ഡിയിൽ വരുന്ന സമയത്ത് എന്താണ് ജോയിന്റ് ഡിയിൽ ഇതേപോലെ തന്നെ എഫ് ഡി സി സൈൻ തീറ്റ പ്ലസ് വി ഡി ഈക്വൽ ടു 0. വി ഡി 0 ആയത് കാരണം എഫ് ഡി സി 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് 0 നോക്കുമ്പോൾ എഫ് ഡി സി കിട്ടും, അത് 0 എന്ന് കിട്ടും. ആൻഡ് ദെൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് കൺസിഡർ ചെയ്യണം. എഫ് ഡി സി കോസ് തീറ്റ പ്ലസ് എഫ് ഡി ഇ ഈക്വൽ ടു 0. അപ്പോൾ ഓൾറെഡി എഫ് ഡി സി 0 ആണല്ലോ. സോ എഫ് ഡി ഇ 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ജോയിന്റ് സി കൺസിഡർ ചെയ്യാം. നമുക്ക് ജോയിന്റ് സി കൺസിഡർ ചെയ്താൽ എങ്ങനെയാണ് വരുന്നത്? ഇതാണ് ജോയിന്റ് സി. ജോയിന്റ് സിയിൽ ഇതുപോലെ തന്നെ എഫ് സി ബി പ്ലസ് 1 into and this is theta and this angle also will be theta. Then 1 into cos theta minus FCD and this angle will be theta and FDCD cos theta is equal to 0. And FCD 0 ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ FCB എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ and it is equal to minus 0.6. ഓക്കെ ആണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ട വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ്. സോ എഫ് സി ഇ പ്ലസ് 1 ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് എഫ് സി ഡി സൈൻ തീറ്റ ഈക്വൽ ടു 0. അപ്പൊ എഫ് സി ഡി സൈൻ തീറ്റ എഫ് സി ഡി എന്താണ് 0 ആണ്. സോ അതുകൊണ്ട് എഫ് സി ഇ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ അഥവാ മൈനസ് 0.8 മൈനസ് 6/7.5. ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ.
then joint C, joint D. Okay, ഇനി അടുത്തൊരു joint E കൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് എല്ലാ മെമ്പർ ഫോഴ്സുകളും കിട്ടും. So joint E. ഓക്കെ, ജോയിന്റ് ഇ ആണ് ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ FCE പ്ലസ്, ഞാൻ വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ് എടുക്കുന്നത്. FCE, അതായത് ഇയിൽ വരുന്ന FCE പ്ലസ് FBE ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? FCയുടെ വാല്യൂ എത്രയാണ്? FCയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് -0.8. ഓക്കെ, അപ്പൊ FCE എന്ന് പറയുന്നത് -0.8 ആണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ FBE എന്ന് പറയുന്നത് FCയുടെ വാല്യൂ -FCE ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. സോ -0.8 ഡിവൈഡഡ് ബൈ 0.8. സൈൻ തീറ്റയുടെ വാല്യൂ 0.8 ആണ്, 6/7.5. അപ്പൊ നമുക്ക് 1 എന്ന് കിട്ടും. സോ FBയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നമുക്കിപ്പോ എല്ലാ മെമ്പേഴ്സും കിട്ടി. ആൻഡ് ഓൾറെഡി FCFന്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? FCF ആ മെമ്പറിൽ വരുന്ന ഫോഴ്സ് ആണല്ലോ 1 kN. സോ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 1 kN. അപ്പൊ എല്ലാ മെമ്പർ ഫോഴ്സുകളായി. നേരത്തെ P കാൽക്കുലേറ്റ് സമയത്ത് നമ്മൾ FCF അവിടെ ലോഡ്സ് ഒന്നും വന്നിട്ടില്ല, കാരണം അത് ആ മെമ്പറെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. ഇതിലാണ് ഈ ആക്സിയൽ ഫോഴ്സ് 1 കൊടുക്കുന്ന സമയത്ത് CFന്റെ പ്ലേസ് നമ്മൾ 1 കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആക്സിയൽ ഫോഴ്സുകളാണ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത്. FCF എന്ന് പറയുന്നത് 1 kN ആയിരിക്കും.